നാളെ പരലോകത്തും അത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്ത് എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്ത്രീകളൊക്കെ മുന്നിലോട്ട് കയറി. സ്ത്രീകളൊക്കെ നരകം വല്ലാത്ത ഭയാനകരമാണ്. ആ നരകത്തിന്റെ വിവരണം കേട്ടപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മതി, ഇനി എന്നോട് നരകത്തെ കുറിച്ച് പറയണ്ട, അതെനിക്ക് താങ്ങാൻ കഴിയൂല. ഇനി എങ്ങാനും നരകത്തെ കുറിച്ച് ഞാൻ കേട്ടാൽ ഞാൻ മരിച്ചു പോകും ജിബ്രീൽ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. ലൗ തഅലമു മാ അഅലമു ലലഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കുറിച്ച് കേട്ടതെങ്ങാണ് നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ, മുത്തുനബി കണ്ടത് നമ്മളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലലഹിഖ്തും ഖലീലാ, നമ്മൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കസീറാ, ധാരാളമായി നമ്മൾ കരയുമായിരുന്നു. സ്ത്രീകളെ കസേര ഫ്രണ്ടിലോട്ടിട്. അവരുടെ ഭാഗത്ത് സ്ക്രീൻ വെച്ചിട്ടില്ല, ഉണ്ട്, ഇട്, സ്ഥലമില്ല സ്ത്രീകൾക്ക് ഇരിക്കാൻ. ഈ നരകത്തെ ഓർത്തുകൊണ്ടാണ് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ കരഞ്ഞുപോയത്. ഈ നരകത്തെ ഓർത്തുകൊണ്ടാണ് പ്രവാചകന്മാർ കരഞ്ഞുപോയത്. സഹോദരങ്ങളെ, മനുഷ്യനായ നമുക്ക് മാത്രം നരകം കേട്ടിട്ട് എന്തേ കരച്ചിൽ വരാത്തത്? നരകം കേട്ടിട്ട് നമുക്കെന്തേ ഒരു വിഷമം വരാത്തത്? നമ്മളൊക്കെ നരകം കേൾക്കേണ്ടതുപോലെ കേട്ടിരുന്നുവെങ്കിൽ നമ്മുടെ പള്ളികളൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് നിറയുമായിരുന്നു. പക്ഷേ നമുക്കൊരു പേടിയില്ല. നരകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല, നരകത്തെക്കുറിച്ച് ഓർക്കുന്നത് പോലുമില്ല. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്റെ അരികിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറക്കുകയാണ്. സൂറത്തു തഹ്രീമിന്റെ ആയത്താണ് പ്രവാചകന്റെ മുന്നിൽ ഓതി കൊടുക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സഹോദരങ്ങളെ, ഈ ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ പറയുന്നത്, ഏ മുഹമ്മദ് നബിയേ, ഏ സത്യവിശ്വാസികളെ, ഏ സത്യവിശ്വാസിനികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, കത്തിജ്വലിക്കുന്നതായ അല്ലാഹുവിന്റെ നരകാഗ്നിയുണ്ടല്ലോ, ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും സൂക്ഷിക്കണേ. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബമോ നമ്മളോ ആ നരകത്തിൽ കിടക്കാതിരിക്കട്ടെ. അത്രത്തോളം വലിയ ഭയാനകരമാണ് നരകം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്തിന്റെ ചുട്ടുപൊള്ളുന്ന
മണലാരണ്യത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോവുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നടന്നു പോവുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദാഹം വരികയാണ്. റസൂലുള്ളാഹിന് വല്ലാത്ത ദാഹം വന്നപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ഖാദിമായ സ്വഹാബിയെ വിളിക്കുന്നു. എന്നിട്ട് ആ സ്വഹാബിയോട് പറയുന്നു, അക്കാണുന്ന മലയുണ്ടല്ലോ, അക്കാണുന്ന പാറക്കൂട്ടമുണ്ടല്ലോ, ആ പാറയോട് പോയി ചെന്ന് പറയുക, മുഹമ്മദ് നബിക്ക് കുടിക്കാനുള്ള വെള്ളം തരൂ. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം അന്വേഷിച്ചുകൊണ്ട് അതാ പാറയിലേക്ക് നടന്നു പോവുകയാണ്. ആ പാറയിലേക്ക് പോവുകയാ. സഹോദരങ്ങളെ, അങ്ങനെ പാറയുടെ അരികിൽ ചെന്നു. ഈ സഹാബി വര്യനാ പാറയോട് പറഞ്ഞു, എന്റെ പ്രവാചകന് കുടിക്കാൻ, എന്റെ തിരുദൂതന് കുടിക്കാൻ നീ അല്പം വെള്ളം തരൂ. സഹോദരങ്ങളെ, അങ്ങനെ ആ പാറ സംസാരിക്കുകയാണ്. ആ പാറ പറയുന്നു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എന്റെ ഉള്ളറയിലില്ല, എന്റെ പള്ളയിൽ ഹബീബിന് കുടിക്കാനുള്ള വെള്ളമില്ല. ആ മനുഷ്യനതാ സ്വഹാബി പ്രവാചകന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയേ, പാറയുടെ അരികിൽ ചെന്നുകൊണ്ട് വെള്ളം ചോദിച്ചപ്പോ ആ പാറ നിന്ന് കരയുകയാ. ആ പാറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹബീബായ നബിയെ, അങ്ങക്ക് കുടിക്കാനുള്ള വെള്ളം അതിന്റെ പള്ളയിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ആ പാറയുടെ അരികിലേക്ക് പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ പാറയോട് പറഞ്ഞു, എനിക്ക് കുടിക്കാൻ നിന്റെ ഉള്ളറയിൽ വെള്ളമില്ലേ, എനിക്ക് കുടിക്കാൻ നിന്റെ പള്ളയിൽ വെള്ളമില്ലേ എന്ന് ചോദിച്ചപ്പോ ആ പാറ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേലെ നരകത്തിന്റെ ആയത്ത് ജിബ്രീൽ ഓതി തന്നില്ലയോ നബിയേ? നരകത്തിനെ കുറിച്ചുള്ള വിവരണം വരുന്ന ആയത്ത് അങ്ങയിലേക്ക് ജിബ്രീൽ ഓതി തന്നില്ലയോ നബിയേ? നബിയേ, ആയത്തിറങ്ങിയപ്പോ അന്ന് മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാണ്, അന്ന് മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാ. കരഞ്ഞ് കരഞ്ഞ് എന്റെ ഉള്ളറയിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയി നബിയേ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പാറയാകുന്ന അല്ലാഹുവിന്റെ സൃഷ്ടി ഏത് ആയത്തോതിയിട്ടാണ്, ഏതായത്തോ ഓർത്തിട്ടാണ് കരഞ്ഞു പോയത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നരകത്തെ കുറിച്ചുള്ള ആ വിവരണം ഓർത്തുകൊണ്ടാണ് ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞില്ലേ, നാളെ മനുഷ്യനെയും അതേപോലെ തന്നെ പാറ കഷ്ണങ്ങളെയുമാണ് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നത്. നബിയേ, അങ്ങയുടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണെന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അന്ന് മുതൽ ഇന്നേ വരെ കരയാൻ തുടങ്ങിയതാണ്. കരഞ്ഞ് കരഞ്ഞതിന്റെ ഉള്ളറയിലുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയെങ്കിൽ നരകത്തെക്കുറിച്ച് എത്രയോ ആയത്തുകൾ നമ്മൾ കേട്ടതാണ്, നരകത്തെക്കുറിച്ച് എത്രയോ പ്രഭാഷങ്ങൾ ഞാനും നിങ്ങളും കേട്ടതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നരകമോർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതേവരെ നരകമോർത്തുകൊണ്ട്, അല്ലാഹുവിന്റെ ശിക്ഷയോർത്തുകൊണ്ട് കരഞ്ഞിട്ടുണ്ടോ? ആ നരകമേ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരികയാണ്. ഈ നരകത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പ്രവിശാലമായ മഹ്ശറയുടെ സമുച്ചയത്തിലേക്ക് കുഴിമാടം പിളർന്നുകൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം മുഴുവനും നാളെ പരലോകത്ത് വരുമ്പോ ആ പരലോകത്തേക്ക് നരകത്തെ കൊണ്ടുവരികയാ. പരിശുദ്ധമായ ഖുർആൻ പറയട്ടെ, വജാ റബ്ബുക വൽ മലകു സഫൻ സഫാ
വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. എല്ലാ മനുഷ്യനും നാളെ പരലോകത്ത് സംഗമിക്കുകയാ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീലിനെ വിളിക്കുകയാണ്. ജിബ്രീൽ കടന്നു വാടോ ജിബ്രീൽ. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ആ വിളിയാളം കേട്ടുകൊണ്ട് ജിബ്രീൽ കിടുകിടാ വിറച്ചു പോവുകയാണ്. സിംഹത്തിന്റെ മുന്നിൽ പെട്ടുപോയ മാൻപേട എപ്രകാരമാണോ കരയുന്നത്, എപ്രകാരമാണോ വിറയ്ക്കുന്നത്, അപ്രകാരം ജിബ്രീൽ വിറവിറയ്ക്കുകയാണ്. ജിബ്രീലിനോട് അല്ലാഹു പറയുന്നു, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിന്റെ അരികിലേക്ക് പോകൂ ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിന്റെ അരികിലേക്ക് പോവുകയാണ്. മാലിക്കിനെ ജിബ്രീൽ വിളിക്കുന്നു. ജിബ്രീലിന്റെ വിളിയാളം കേട്ടുകൊണ്ട് മാലിക് ചോദിക്കുന്നു, എന്തേ ജിബ്രീൽ, മഹ്ശറിലേക്ക് ആളുകളെല്ലാം വന്നോ? അതേ മാലിക്കേ, എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ചിരിക്കുന്നു. നരകത്തെ അല്ലാഹുവിന്റെ സമക്ഷത്തിലായി മഹ്ശറിലേക്ക് കൊണ്ടുപോകൂ ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാലിക് ചോദിക്കുന്നു, എങ്ങനെയാണ് ഞാൻ നരകത്തെ കൊണ്ടുപോവുക, എങ്ങനെയാണ് മഹ്ശറിലേക്ക് നരകത്തെ കൊണ്ടുപോവുക, എങ്ങനെയാണ് പരലോകത്തേക്ക് ഞാൻ നരകത്തെ കൊണ്ടുപോവുക? അവിടെ മുഹമ്മദ് നബിയുടെ സമുദായമില്ലേ, അവരെങ്ങാനും ഈ കത്തിജ്വലിക്കുന്നതായ ഈ തീജാലകൾ കണ്ടുകൊണ്ട് അവർ കരഞ്ഞു പോകൂലേ, അവര് ഭയപ്പെട്ടു പോകൂലേ? അവരുടെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാതെ ഈ ചൂടുകൾ ആ പരലോകത്തിന്റെ വിരുമാറിലേക്ക് അടിക്കുമ്പോ അവര് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകൂല ജിബ്രീൽ. സഹോദരങ്ങളെ, പരലോകത്തേക്ക് നരകത്തെ കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകളിലായി, ഓരോ ചങ്ങല കൊളുത്തുകളിലും 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി, 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി സബാനിയത്തിന്റെ മലക്കുകളതാ നരകത്തെ പരലോകത്തേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. നബിയേ, ആ സമയത്ത് അങ്ങയുടെ അവസ്ഥ എന്താണ് നബിയേ? അങ്ങ് ആ സമയത്ത് അങ്ങയുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ്? ഈ പരലോകത്തെ ഓർത്തുകൊണ്ട് കരയാ, ഈ പരലോകത്തെ ഓർത്തുകൊണ്ട് പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ടൊന്ന് തഹജ്ജുദ് നമസ്കരിക്കാ, നയനങ്ങളെ സദനങ്ങളായി മാറാ, ഹൃദയമൊന്ന് പിടയ്ക്കാ. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വരുമ്പോ ആ മഹ്ശറ എന്ന വിധാനിക്കപ്പെട്ടുന്ന മരുഭൂമിയിലേക്ക് കടന്നു വരുമ്പോ നബിയെ, അങ്ങയുടെ സമുദായത്തിൽ നിന്നാ 70,000 ആളുകൾ ശിക്ഷയില്ലാതെ, നരകത്തിന്റെ ശിക്ഷയില്ലാതെ, വിചാരണ നാളിൽ വിചാരണ നേരിടാതെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്നു പോകുന്ന പറവകൾ, ആകാശസീമകളിലൂടെ പാറിപ്പറന്നു പോകുന്ന പറവകൾ എങ്ങനെയാണോ പറന്നു പോകുന്നത്, അപ്രകാരം അങ്ങയുടെ സമുദായം അനുഗ്രഹീതമായ പരിശുദ്ധമായ പവിത്രമായ ഗേഹമാകുന്ന സ്വർഗത്തിലേക്ക് പോവുകയാ. സഹോദരങ്ങളെ, ഈ ഹദീസ് മദീനത്തിന്റെ മലർവാടിയിൽ ഇരുന്നു കൊണ്ടാണ്, റൗളയുടെ ഓരത്തിരുന്നു കൊണ്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി ഇത്രയും പറഞ്ഞിട്ട് സ്നേഹനിധിയായ പ്രവാചകൻ ആയിഷ ബീബിയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ അതാ സ്വഹാബത്തിന്റെ ഇടയിൽ പല പല ചർച്ചയായി. റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയ സമയം നോക്കിയിട്ട് ഈ ഹദീസിനെ പറ്റിയിട്ട്, ഈ 70,000 ആളുകളെ ശിക്ഷയില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ള ഹദീസ് കേട്ടപ്പോ ആളുകളുടെ ഇടയിൽ, സ്വഹാബത്തിന്റെ ഇടയിൽ വല്ലാതെ ചർച്ചയായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുകളിൽ ചിലർ പറഞ്ഞു, ഫലഅല്ലഹുമുല്ലദീന ഉലിദു ഫിൽ ഇസ്ലാം ഫലം യുശ്രികൂ ബില്ലാഹി ശൈആ. അവരാരെന്നറിയുമോ?
സഹബാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തണലിലായി ജനിച്ചു. അള്ളാഹുവിനെ കൊണ്ട് ഒരു വസ്തുവിനോടും പങ്കു ചേർക്കാത്ത ആളാ. അങ്ങനെ ഓരോ ആളുകളും ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരു വിഭാഗം സഹാബത്ത് പറഞ്ഞു, ധീരമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ എണാങ്കളത്തിലേക്ക് പോയി ശത്രുവിനോട് അടരാടി വീരേ ഇതിഹാസം രചിച്ചവരാ. അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സഹാബത്ത് ചർച്ചയായി. ആ സമയത്താണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. ആ സമയത്ത് പ്രവാചകർ അവരോട് ചോദിക്കുകയാണ്, മല്ലദീ തഖൂലൂന ഫീഹി, എന്തേ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട 70,000 ആളുകളെ ആകാശത്തിന്റെ ചക്രവാളത്തിൽ അങ്ങ് കണ്ടു എന്ന് പറഞ്ഞല്ലോ. അവരാണെങ്കിലോ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞല്ലോ നബിയേ. അവരാരാണ് നബിയേ? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഹുമുല്ലദീന ലാ യർഖൂന വലാ യസ്തർഖൂന വലാ യതതയ്യറൂ. അവരാരെന്നറിയുമോ? ഒരു മന്ത്രവാദികളുടെയും ഒരു ദുർമന്ത്രവാദികളുടെയും ചാരത്തേക്ക് കടന്നു പോകാത്തവരാ. ഒരു പ്രയാസം വന്നാ, ഒരു വിഷമം വന്നാ, ഒരു രോഗം വന്നാ ദുർമന്ത്രവാദികളുടെ അരികിലേക്ക് പോകാത്തവരാ. മന്ത്രവാദം ചെയ്യുകയുമില്ല, മന്ത്രവാദം ചെയ്യാൻ ആവശ്യപ്പെടാത്ത കൂട്ടരാ. അല്ലാഹുവിന്റെ റസൂല് ഹറാമാക്കിയ മന്ത്രവാദമുണ്ടല്ലോ, ആ മന്ത്രവാദം ചെയ്യാത്ത ആളുകളാ. പ്രവാചകൻ വെറുക്കുന്നതായ മന്ത്രവാദമുണ്ടല്ലോ. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുഖിയ നടത്തിയിട്ടുണ്ട്, മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. അതേത് മന്ത്രവാദം എന്നറിയുമോ? ഖുർആനും ദുആയും കൊണ്ട് റസൂലുള്ള മന്ത്രവാദം നടത്തിയിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് റസൂലുള്ള ചികിത്സ നടത്തിയിട്ടുണ്ട്. സഹാബത്തും നടത്തിയിട്ടുണ്ട്, താബിഈങ്ങളും നടത്തിയിട്ടുണ്ട്, മദ്ഹബിന്റെ ഇമാമിങ്ങളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതുമാകട്ടെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞു, ഒരു മന്ത്രവാദികളുടെയും നാട്ടിലുള്ള ഒരു മന്ത്രവാദികളുടെയും ഒരു ജ്യോത്സ്യന്റെയും അടുക്കൽ പോകാത്തവരാ. ഒന്ന് ക്ഷീണം ബാധിച്ചാ, അതേപോലെ ബിസിനസ്സിൽ പരാജിതരായ അവരെന്താണ് ചെയ്യുന്നതെന്നറിയുമോ? വഅലാ റബ്ബിഹിം യതവക്കലൂ. സഹോദരങ്ങളെ, വിഷമം ബാധിച്ചാ, പ്രയാസങ്ങൾ ബാധിച്ചാൽ, പരിഭവം വന്നാ ഒരു മഖ്ലൂക്കിനോടും ഒരു പടപ്പിനോടും അവർ പരാതി പറയാതെ, അവർ വിഷമം പ്രകടിപ്പിക്കാതെ സന്തോഷഭരിതനായി ആകാശത്തിന്റെ സീമകളിലേക്ക് പാതിരാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നയനങ്ങൾ പടച്ച റബ്ബിലേക്ക് പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അവന്റെ ദർബാറിലേക്ക് ഗദ്ഗദത്തോടുകൂടി തേടുന്ന കൂട്ടരാ. അവരുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുന്ന കൂട്ടരാ. എന്നിട്ട് ഈ ഹദീസ് അല്ലാഹുവിന്റെ റസൂല് പറയവേ, സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് പോവുക എന്ന് കേട്ടപ്പോ സഹാബത്തിന്റെ ഇടയിൽ നിന്ന് മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. മഹാനായ ഉകാശത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാ. ഉകാശ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഉദുല്ലാഹ യജഅലനി മിൻഹു. അല്ലാഹുവിന്റെ റസൂലേ, ആ വിഭാഗത്തിലൊന്ന് പെടാ, ആ വിഭാഗത്തിലൊന്ന് സ്വർഗത്തിൽ പോകാ, എനിക്ക് വേണ്ടിയിട്ടങ്ങ് ദുആ ചെയ്യുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ത മിൻഹും യാ ഉകാശ. ഏ ഉകാശ, നീ അവരിൽപ്പെട്ട ആളാ, നീ അവരിൽപ്പെട്ട ആളാ.
അങ്ങനെ ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഉകാശ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയിട്ട് ദുആ ചെയ്തപ്പോ രണ്ടാമതായി ഒരു സ്വഹാബി എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവരിലൊന്ന് പെടാ നബിയേ, ആകാശത്തിന്റെ സീമകളിലേക്ക് അങ്ങ് റിസാലത്തിന്റെ കൈയൊന്നുയർത്തുമോ നബിയേ? റസൂലുള്ള പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബഖക ബിഹാ ഉകാശ, അതുകൊണ്ട് ഉകാശ മുൻകടന്നു. അക്കാര്യം കൊണ്ട് ഉകാശ റളിയല്ലാഹു തആല അൻഹു മുൻകടന്നു. നിന്റെ ചാൻസ് പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഗൗസുൽ ആലമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിൻ്റെ സദാത്യങ്ങൾ, അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, സ്വാത്വികരായ പണ്ഡിതന്മാർ, അവരൊക്കെ അള്ളാഹുവിൽ അവരുടെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചവരായിരുന്നു. നമുക്കെന്തെങ്കിലും വിഷമം തട്ടിയാൽ, നമുക്കെന്തെങ്കിലും പ്രയാസം തട്ടിയാൽ നമ്മളപ്പോൾ ഖുർആൻ എടുക്കണം. ഖുർആൻ എടുത്തിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആയത്തുകളൊക്കെ നമ്മൾ പാരായണം ചെയ്യണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ദുആ, ദിക്ർ, അതുപോലെ അല്ലാഹുവിൻ്റെ നാമങ്ങൾ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്മാഉകൾ, അസ്ഹാബുൽ ബദരീങ്ങളുടെ നാമങ്ങൾ, അതൊക്കെ നമ്മൾ സ്വയമായിട്ട് ചെയ്യണം. നമ്മളതൊന്നും ചെയ്യൂല. നമ്മൾ നാട്ടിലെ ഏതെങ്കിലും ഉസ്താദുമാർക്ക് ഒരു 500ന്റെ താള് കൊണ്ടുപോയി കയ്യിൽ വെച്ചിട്ട് ഉസ്താദുമാരോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. ആ ദുആ ആർക്ക് വേണോടോ? ആ ദുആ ആർക്ക് വേണം? നിന്റെ നിഷ്കളങ്കമായ തേട്ടമാണ് അള്ളാഹുവിന് വേണ്ടത്. നിന്റെ കാര്യം, നമ്മുടെ കാര്യം നമ്മളാണ് അള്ളാഹുവിനോട് പറയേണ്ടത്. നാട്ടിലെ കാളിയല്ല, നാട്ടിലെ ഉസ്താദല്ല, നാട്ടിലെ പള്ളിക്കല്ല ഖത്തീബല്ല. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, പാതിരാത്രിയിൽ കുറ്റാക്കൂരിട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോ നമ്മൾ അല്ലാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം. നമുക്ക് മടിയാ പ്രിയപ്പെട്ടവരെ, നമുക്ക് മടിയാണ് ആ വിഷയത്തിൽ. മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് പരമേൽപ്പിച്ച് ജീവിക്കുക. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഗുരുവര്യന്മാരെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ സ്നേഹനിധികളായ ബന്ധുമിത്രാദികൾ, നമ്മളുമായി ബന്ധപ്പെടുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ.